ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ എന്ത് പറ്റിയൊന്നും വണ്ടിയൊന്നും ഇല്ല എന്ന് റിവ്യൂ വന്നത്. ഇന്ന് നമ്മൾ ശരിക്കും റിവ്യൂ അല്ല, നമ്മളൊരു പേഴ്സണൽ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ ഈ യൂട്യൂബിൻ്റെ പുറകെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി. പക്ഷെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഏണിങ്സും കാര്യങ്ങളൊന്നും ഇന്നേവരെ ലഭിച്ചിട്ടില്ല. അത് ലഭിക്കാൻ വേണ്ടി അല്ല നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങിയത്. നമുക്ക് നിരവധി വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, നിരവധി വാഹനങ്ങൾ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുക, അതിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങളിലോട്ടൊരു കണ്ടൻറ്റാക്കി എത്തിക്കുക. അതുവഴി നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ, നമുക്കൊരു കണ്ടന്റ്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലോട്ട് ഇറങ്ങിയത്. 2022 മെയ് 8-ാം തീയതിയാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങുന്നത്. വളരെ പെട്ടെന്ന് തന്നെ 2022 ഓഗസ്റ്റോട് കൂടി തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി. 4000 വാച്ച് അവറും 1000-ലധികം സബ്സ്ക്രൈബേഴ്സും ഒക്കെ നമുക്ക് ലഭിച്ചു. അതിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കൊന്നും അധികം ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലാതെ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് വളരെ ഫോഴ്സ് ചെയ്യുക ഒന്നും നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കണ്ട് സ്നേഹിച്ചല്ലേ അവരുടെ കമൻസും അവർ തരുന്ന ഒരു പ്രചോദനവും അവർ തരുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യൂസും എല്ലാം കിട്ടിയപ്പോഴാണ് നമുക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ പാഷൻ ഫോളോ ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഓരോ വീഡിയോ ചെയ്യുന്നവരും അതിന് ചെറിയ രീതിക്കുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് അങ്ങോട്ടുള്ള ട്രാവൽ എക്സ്പെൻസ്, അല്ലെങ്കിൽ നമ്മളൊരു വെള്ളം കുടിക്കുന്ന പൈസ ആയാലും തന്നെ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് ഇത്ര നാൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം, അല്ല നമ്മുടെ ചിലവ് കാശെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഫൈനലി ഇന്നലെയാണ് അത് ലഭിച്ചത്. 2023 ജനുവരി 23-ാം തീയതിയാണ് നമ്മുടെ ചാനൽ $100 തികഞ്ഞ് നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിച്ചത്. ഫസ്റ്റ് റവന്യൂ എപ്പോഴും നമുക്ക് $100 ആയി കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ അടുത്ത ബന്ധുക്കാരും അടുത്ത ഫ്രണ്ട്സും എല്ലാവരും ചോദിക്കും, എന്നാൽ യൂട്യൂബിൽ നിന്ന് റവന്യൂ വല്ലതായി. അപ്പോൾ നമ്മൾ പറയും, 28-ാമത്തെ ദിവസം $100 ആയില്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് 0 സ്റ്റാർട്ട് ചെയ്ത് 28 ദിവസത്തിനുള്ളിൽ $100 ആണോന്ന്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെട്ട്. പക്ഷെ നമ്മൾ അതിൽ ബോധേഡല്ലായിരുന്നു. കാരണം നമ്മൾ നമ്മുടെ കണ്ടന്റ് ചെയ്യുക, നമ്മുടെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ റവന്യൂ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നല്ല നല്ല വാഹനങ്ങൾ റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള വാഹനങ്ങൾ, നമ്മുടെ ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ റിവ്യൂ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നെങ്കിലും ഇതിൻ്റെ പുറകിൽ ധാരാളം പേരുടെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അവരുടെ സമയം, സൗകര്യം ഇതെല്ലാം ഒത്തുവന്നാൽ മാത്രമേ നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ചുമ്മാ ഒരു വണ്ടി നമുക്ക് ആരും കൊണ്ട് ഇവിടെ തരുമല്ല, നമ്മൾ അതിന് വേണ്ടി ഇറങ്ങി. ഇപ്പോൾ ഒരു വണ്ടി ചോദിച്ച് നമ്മളൊരു ഷോറൂമിലോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്ഥലം ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് യൂട്യൂബ് ഈ കാറിൻ്റെ റിവ്യൂ എന്നുള്ളത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കി നമ്മളിതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു പ്രൊമോഷൻ, നമുക്കൊരു കണ്ടന്റ്, വ്യൂവേഴ്സിനൊരു ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് ഡീലാക്കി അവരുടെ സൗകര്യത്തിനും വണ്ടി ഫ്രീ ആയ സമയത്ത് മാത്രമേ നമുക്ക് വിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ സമയത്ത് അവിടെ ഓടിച്ചെന്ന്, ഞാനിപ്പോൾ ബികോമിന് പഠിക്കുവാണ്. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസത്തിൽ മാത്രമേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കൂടെയുള്ളവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ സമയവും സൗകര്യവും ഒക്കെ നോക്കിയിട്ട് വേണം നമുക്കൊരു വീഡിയോ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് എടുക്കുന്നത്, അല്ല അവധി ദിവസങ്ങളിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് ഇപ്പോൾ ഏകദേശം 119 വീഡിയോസോളം ചെയ്ത്, ഇപ്പോൾ 120-ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഒരു റവന്യൂ കിട്ടി തുടങ്ങിയിട്ട് ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു പ്രായത്തിൻ്റെ തന്നെയാണ്. കാരണം നമ്മുടെ 18-ാമത്തെ വയസ്സിൽ ലൈസൻസ് കിട്ടിയോണ്ട് നമ്മൾ ഇതിൻ്റെ പുറകെ ഇറങ്ങി നമ്മുടെ പാഷനെ ഫോളോ ചെയ്ത്. ഈ ഒരു പാഷൻ കിട്ടിയത് തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ കയ്യിൽ നിന്നാണ്. അച്ഛനെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു വണ്ടിപ്രാന്തൻ തന്നെയാണ്. ഞാനും അച്ഛനും തമ്മിൽ വണ്ടിയുടെ കാര്യം സംസാരിക്കാത്ത ദിവസമില്ലല്ലോ. ഞാൻ വണ്ടി എന്നൊരു വാക്ക് പറയാത്ത, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും വീട്ടുകാരുടെ അടുത്തായാലും വണ്ടി എന്ന് പറയാത്തൊരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു 19-ാമത്തെ വയസ്സിൽ ഇതുവരെ ഒരു ദിവസം പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഞാൻ കേൾക്കുന്നൊരു വാക്കാണ് വണ്ടി. അപ്പോൾ ആ ഒരു വണ്ടി ക്രൈസ് എന്നാണ് നമ്മുടെ ചാനലിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഈ ഒരു നമ്മുടെ പാഷൻ തന്നെ ഒരു പ്രൊഫഷനാക്കി മാറ്റാം എന്നിപ്പോൾ നമുക്ക് ഈ ഒരു റവന്യൂ ഒക്കെ കിട്ടി. ഇപ്പോൾ $100 ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു തുക തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി തന്നെ ആ ഒരു തുകയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് ചാനലൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചുകൂടി നല്ല കണ്ടൻറ്റ്സ് നിങ്ങളോട്ട് എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലോട്ട് എത്തിയത്. കാരണം ഇത്രയും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനലില്ലാത്ത ആരും തന്നെ ഇല്ല. എല്ലാവർക്കും യൂട്യൂബ് ചാനൽ പറഞ്ഞെങ്കിലും കാണും, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് മോണിറ്റൈസ് ആക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് റവന്യൂ ഏൺ ചെയ്യാനൊന്നും ആരെയും കൊണ്ട് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കുറേ പേര് അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം നമ്മളിതിനു വേണ്ടി നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ പാഷൻ ആയതുകൊണ്ട് നമ്മൾ ആ എഫേർട്ടൊന്നും മൈൻഡ് ചെയ്യാതെ ഇതിനുവേണ്ടി പല പ്രാവശ്യം ഷോറൂമുകൾ കയറി ഇറങ്ങി നിരങ്ങി നമ്മളെ കുറേ ഷോറൂമിൽ നിന്നൊക്കെ നല്ല രീതിക്ക് നല്ല തളർത്തിയിട്ട് നമ്മളെ വിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ അപ്പോഴും നിരാശപ്പെടാതെ നമുക്ക് കിട്ടുന്ന ഷോറൂമിൽ സന്തോഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ടൊയോട്ടയാണ് എനിക്ക് എക്സ്പെഷ്യലി എടുത്തു പറയാനുള്ളത്. ടൊയോട്ടയിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടെന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഫോർച്യൂണർ ലെജൻഡർക്ക് ഒരു ദിവസത്തേക്കാണ് 60 ലക്ഷം രൂപ മുതൽ നമ്മുടെ കയ്യിൽ തന്നിട്ട്, അതും വെറും 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള സമയത്ത്. അപ്പം 164 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ തൊട്ട് ഞാൻ ഷോറൂമിൽ കയറാൻ തുടങ്ങിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇപ്പം ഏകദേശം ടോട്ടൽ വ്യൂസ് 6 ലക്ഷത്തിനോട് അടുത്താകുന്നു. വാച്ച് അവർ 20,000-ന് മുകളിൽ വാച്ച് അവർ ലഭിക്കുന്നു. നമ്മുടെ വീഡിയോസ് കൂടുതലും കാണുന്നത് എറണാകുളംകാരാണ്. ഏകദേശം 64% എറണാകുളംകാരാണ് കാണുന്നത്. സെക്കൻഡ്
ഓപ്ഷൻ നിൽക്കുന്നത് എനിക്കൊന്ന് ദുബായ് ആണെന്ന് തോന്നുന്നു, തേർഡ് ഓപ്ഷൻ ഖത്തർ, ഏറ്റവും കുറവ് ആൾക്കാർ കാണുന്നത് ആലപ്പുഴ തന്നെയാണ്. അത് എടുത്ത് പറയാനാണ് 0.1%. അപ്പം നമ്മുടെ നാട്ടുകാരെ കൂടുതൽ നമ്മളെ ഒരു പരിചയമില്ലാത്തവരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് പുറം രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ അതിൽ നമ്മൾക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഒരു ചെറിയ വീഡിയോ ഇൻ്റർനാഷണലി എത്തുന്നെന്നുള്ളൊരു ഈ ഒരു പ്ലാറ്റ്ഫോം അതിന് വളരെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ 10 പേര് തിരിച്ചറിയുക, അതിൽ പരം സന്തോഷം നമുക്ക് വേറെ ഇല്ല. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എൻ്റെ ഒരു പ്രവർത്തനം മാത്രമല്ല, നമ്മുടെ ഒരു ടീം വർക്കാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് 10 പൈസ പറയാനില്ല എൻ്റെ കൂടെ നിന്നിരിക്കുകയാണ്, ഇപ്പോഴും ഈ നിമിഷവും നമ്മുടെ പുറകിലുണ്ട്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും സാധിക്കത്തില്ല. നമ്മുടെ സപ്പോർട്ടിങ് പാർട്ണറായിട്ടുള്ള അലൻ്റെ പേരാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഒരു 60% ആളെൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു ഷോറൂമിൽ കയറാൻ ഞാനൊന്ന് പുറകോട്ട് വലിഞ്ഞാലും ആൾ പറയും നമുക്കൊന്ന് കയറി നോക്കാം, ചിലപ്പോൾ നടന്നാൽ, അല്ല 2 ദിവസം വീഡിയോ ഇടാത്തപ്പോൾ ഒന്ന് മെസ്സേജ് അയക്കും, നമുക്ക് വീഡിയോ എടുക്കാൻ പോകണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കാൻ നേരത്തെ തന്നെ നമുക്കൊരു സന്തോഷമായി. എന്നെ സംബന്ധിച്ച് എനിക്ക് സഹോദരങ്ങളൊന്നുമില്ല, ഒറ്റ മകനാണ്. എന്നെ സംബന്ധിച്ച് ഇവരൊക്കെ എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്. എനിക്കെന്തുണ്ടോ അല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും നമ്മുടെ പാഷൻ അതുപോലെ. എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ നോക്കുവാണെങ്കിലും ഫുള്ള് വണ്ടിപ്രാന്തന്മാരാണ്. ഇപ്പോൾ ഫാമിലി എടുത്താലും ഫ്രണ്ട്സ് എടുത്താലും എല്ലാം ഒരു വണ്ടിയാൽ ചുറ്റപ്പെട്ട ഒരു ലോകത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മുടെ പാഷൻ തന്നെ നമ്മുടെ പ്രൊഫഷനായിട്ട് വരുമ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നതിൽ പല സന്തോഷം വേറെ ഒന്നുമില്ല. വേറെ എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും അത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതാണ് നമുക്ക് പറയേണ്ടത്. ഇപ്പം അഭിമന്യു ആയാലും നമ്മുടെ ഈ യൂട്യൂബിൻ്റെ എല്ലാ ഇതിൻ്റെ സാങ്കേതിക വിദ്യ, എനിക്കും അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഈ ഒരു റവന്യൂ ആക്കാനും നമ്മുടെ ചാനലും മോണിറ്റൈസ് ചെയ്യാനും എൻ്റെ വേണ്ട ഡീറ്റെയിൽസും എല്ലാം അടിച്ച് കയറ്റി അവൻ്റെ വീട്ടിൽ വന്നിരുന്നത് അവൻ്റെ കാര്യങ്ങൾ പോലെയാണ് എനിക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ അതിലുമൊക്കെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സ് ആയാലും പിന്നെ ശിവശങ്കരൻ നമ്മുടെ സുഹൃത്താണ്. അപ്പം പുള്ളിക്കാരനൊക്കെയാണ് ഒരു ഡയറക്ടർ പോലെയാണ്. ഇപ്പോൾ വണ്ടി ഇന്ന സ്ഥലത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇല പറിച്ചിട്ടേക്കുന്നത്, ഇവിടെ തന്നെ കിടക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയും പെർഫെക്ഷൻ ഒന്നും നോക്കത്തില്ല, പക്ഷേ ആള് നല്ല പെർഫെക്ഷനോടെയാണ് ഓരോ വീഡിയോസ് നമുക്ക് എടുത്തു തരണം എന്നുള്ള മൈൻഡുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഓർക്കും എന്നേലും പാഷനേറ്റ് ആയിട്ടാണ് ആളെ നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് വരും. അപ്പോൾ അത്രയും പക്കയായിട്ടാണ്, അത്രയും എന്നെ സംബന്ധിച്ച് അത്രയും പെർഫെക്ഷൻ ഒന്നും നോക്കത്തില്ല, എന്തെങ്കിലും എടുത്ത് ഇടുക എന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഇവരെ കൂടി നമ്മൾ അത്രയും പെർഫെക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കും. അതൊക്കെ വളരെ സപ്പോർട്ടാണ്. ആർക്കും കിട്ടാത്ത കുറച്ച് ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളോട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നുള്ള വീഡിയോ അല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ ഇന്നലെ ഇതൊക്കെ അറിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു അഭിമാനം തീർച്ചയായിട്ടും തോന്നിക്കാണ്. കാരണം ഞാൻ പഠിത്തത്തിലൊക്കെ വളരെ പുറകാണ്, മോശം വളരെ മോശമായിരുന്നു. അപ്പോൾ അവർക്ക് ഇതുവരെ അഭിമാനിക്കാനുള്ള നിമിഷമൊന്നും കിട്ടിയിട്ടില്ല. ഇന്നെങ്കിലും ഇതെങ്കിലും ഓർത്ത് സന്തോഷിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കസിൻസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിത്തത്തിൽ വളരെ മോശമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ നിൽക്കുന്നെങ്കിലും നമ്മൾ ഇപ്പോൾ BCom വരെയൊക്കെ എത്തിയത് ഞാൻ അത്ഭുതമായിട്ട് തന്നെ കാണുന്നു. എങ്കിലും ഇവിടുന്ന് ഇനി മുന്നോട്ട് നമ്മുടെ പാഷനെ തന്നെ പ്രൊഫഷനാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ അച്ഛൻ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ഒരു യൂസ് കാറിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് പഴയ വണ്ടികൾ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാനും അത് അച്ഛൻ മാക്സിമം അതിൻ്റെ പെർഫെക്ഷനോട്ട് റീഫർബിഷ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ അച്ഛൻ്റെ പാഷൻ്റെ പുറകെ പോയി കുറേ പൈസ അങ്ങനെ പോയി, എന്നിട്ട് വീണ്ടും അച്ഛൻ അതിന് തന്നെ ഒരു റവന്യൂ കണ്ടെത്തി. അപ്പോൾ അച്ഛൻ്റെ പാഷൻ തന്നെയാണ് അപ്പോൾ അച്ഛൻ പ്രൊഫഷനായിട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അച്ഛനെ പോലെ തന്നെ ആകാൻ പറ്റണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ആ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുക എന്നാണ് എൻ്റെ എപ്പോഴും പറയാനുള്ളത്. നിങ്ങളുടെ പാഷൻ എപ്പോഴും നിങ്ങളുടെ സൈഡിൽ കൂടിയെങ്കിലും കൊണ്ടുപോകുക. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമെങ്കിലും നിങ്ങളുടെ പാഷൻ ഒരിക്കലും മറക്കരുത്. അത് എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ വീഡിയോ എടുത്തു പറയാനായിട്ട്. പിന്നെ വല്യച്ഛനെ കുറിച്ച് പറയാനുണ്ട്. എൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ്. അച്ഛൻ്റെ ചേട്ടനും നല്ല രീതിക്കുള്ള സപ്പോർട്ടാണ് നമുക്ക് ഇന്നേ വരെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു തരത്തിൽ നമുക്കൊരു തളത്തില്ല. ഇപ്പോൾ ഫാമിലി എടുത്ത് നോക്കിയാലും ഫ്രണ്ട്സ് എടുത്ത് നോക്കിയാലും സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ 1.5 വർഷക്കാലം 10 പൈസ വരുമാനം ഇല്ലാഞ്ഞിട്ടും നമ്മൾ യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോയത്. ഇനിയും ഷോറൂംസിൽ നിന്നൊക്കെ വണ്ടി കിട്ടുക, എന്നാലും നമുക്ക് ഇനിയും മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയ ഷോറൂംസിൽ നിന്ന് ഇനിയും നമ്മൾ കയറി ഇറങ്ങി അവരുടെ നിന്ന് പെർമിഷൻ മേടിച്ച് വീഡിയോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. അതിന് മുമ്പായിട്ട് നിങ്ങളോടൊരു നന്ദി കൂടി പറയാനുണ്ട്. കാരണം നിങ്ങളില്ലെങ്കിൽ, വീഡിയോ കാണാനില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് കാണിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല കമൻസ് ഒക്കെ നിങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി. വേറെ ഒന്നും എനിക്കിപ്പോൾ പറയാനില്ല. നന്ദി, നമസ്കാരം.